ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. എനിക്കറിയാം, ഞാൻ കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്കൊന്ന് ഇരുന്ന് ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഞങ്ങൾ ഊട്ടി ട്രിപ്പ് പോയി വന്നപ്പോഴേക്കും എല്ലാവരും ചോദിച്ചു KSRTC ബസ്സിലാണ് പോയെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആട്ടോ ഒന്ന് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ KSRTCയുടെ ഒരു സ്വിഫ്റ്റ് ഡീലക്സ് ബസ്സിലാണ് നമ്മൾ ഊട്ടി പോയത്. ഞങ്ങൾ ഇത് ട്രിവാൻഡ്രത്ത് വരുന്ന ബസ്സാണ്. നമുക്ക് വൈറ്റില ഹബ്ബിൽ സ്റ്റോപ്പ് ഉണ്ട്. അപ്പം ഞങ്ങൾ അവിടെ നിന്നാണ് കയറിയത്. അപ്പോൾ ശരിക്കും അവിടെ ബസ് ടൈമിംഗ് പറഞ്ഞത് 12:30 ഒക്കെ ആകുമ്പോൾ വൈറ്റില ഹബ്ബ് എത്തും എന്നാണ്. പക്ഷേ 12:30 വരേണ്ടിരുന്ന ബസ് വന്നത് ഒരു 1:40 ഒക്കെ ആയപ്പോഴാണ്. ഇറ്റ് വാസ് സപ്പോസ് ടു ബി റീച്ച്ഡ് ഊട്ടി by 7. പക്ഷെ ഞങ്ങൾ എത്തിയപ്പോൾ 9 മണിയായി. അപ്പോൾ ഇതാണ് ബസ്സിന്റെ ഒരു ടൈം. പക്ഷെ ബസ് വാസ് കംഫർട്ടബിൾ, നമുക്ക് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം ലെഗ് സ്പേസ് ഒക്കെ ഉണ്ട്, നമുക്ക് നമ്മുടെ ബാഗ് ലഗേജസ് ഒക്കെ വെക്കാനുള്ള അത്യാവശ്യം സ്പേസും ഒക്കെ ഉണ്ട്. ഫ്രം വൈറ്റ്ല ഹബ് ടു ഊട്ടി സെൻട്രൽ ബസ് സ്റ്റാൻഡ് ആണ് കേട്ടോ. ബസ് സ്റ്റാൻഡ് വരെ ഒരു സീറ്റിന് 535 rupees ആണ് ആവുന്നത്. KSRTCയിലെ ഓൺലൈൻ വെബ്സൈറ്റ് അല്ലെങ്കിൽ Paytm ആപ്പ് വഴിയൊക്കെ നമുക്ക് ടിക്കറ്റ്സ് അവൈലബിൾ ആണ്, നമുക്ക് ബുക്ക് ചെയ്യാം. പിന്നെ സ്റ്റേ ഞങ്ങൾ എടുത്തത് പ്ലേസിന്റെ പേര് വുഡ്ബെറി റെസിഡൻസി എന്നായിരുന്നു. അത്യാവശ്യം നല്ലതായിരുന്നു. അപ്പൊ ഞങ്ങള് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് 2 റൂംസ് ഉള്ള ഒരു ഇതാണ് നമ്മൾ എടുത്തത്. അതായത് ഒരു ഹാൾ, ഒരു ഡൈനിങ്, 2 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം, ഇങ്ങനെയുള്ള ഒരു ഇതാണ് നമ്മൾ എടുത്തത്, റൂമാണ് എടുത്തത്. അപ്പൊ ഈ 2 റൂംസും ഈ ഹാളും കൂടെ ആയിട്ട് നമുക്കൊരു 8,100 ആണ് ആയത് ഫോർ 1 day. പിന്നെ അവിടെ എടുത്ത് പറയേണ്ട, അവർക്ക് തന്നെ ഫുഡ് അവൈലബിൾ ആണ്. നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് എന്താണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ദിൽ പ്രിപ്പയർ ആൻഡ് ഗിവ്. നല്ല ഫുഡായിരുന്നു കേട്ടോ. ഫുഡ് ഇസ് റിയലി ഗുഡ്, നല്ല ടേസ്റ്റിയാണ്. നമുക്ക് കേരള ഫുഡ് അവൈലബിൾ ആയിരുന്നു. സ്റ്റേ വാസ് റിയലി ഗുഡ്. അവിടെ നിന്ന് തന്നെ നമുക്ക് ഒരു 4-5 minutes വാക്കേ ഉള്ളൂ ബൊട്ടാനിക്കൽ ഗാർഡനിലേക്ക്. അപ്പൊ നമുക്ക് അതൊക്കെ വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. പിന്നെ അത്യാവശ്യം നമുക്ക് എങ്ങോട്ടെങ്കിലും ഒക്കെ പോവാനായിട്ട് ഓട്ടോ, ടാക്സി, ബസ് ഒക്കെ കിട്ടാനുള്ള എല്ലാം നിയറസ്റ്റ് ആണ്. ഞങ്ങള് ഒരു ഗൈഡ് കം ഓട്ടോ ഒരു ചേട്ടനെ നമുക്ക് കിട്ടിയായിരുന്നു. അപ്പൊ ആ ചേട്ടൻ തന്നെ നമ്മളെല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തായിരുന്നു. അപ്പൊ ഒരു ഡേ 1,500 and the second day it was 2,000. 2,200 അങ്ങനെ എന്തോ ആണ് ആ ചേട്ടൻ മേടിച്ചത്. അപ്പം പുള്ളി ടൈം പറയും, നമുക്ക് വേണ്ട സ്ഥലങ്ങളിലൊക്കെ പുള്ളി കൊണ്ടുപോകും. പുള്ളി തന്നെ ഒരു ദിവസം എന്തൊക്കെ കാണണം എന്നൊന്ന് ചാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വേണ്ട സ്ഥലങ്ങളും അതനുസരിച്ചായിരുന്നു പുള്ളി ട്രാവൽ, നമ്മുടെ ആ ദിവസത്തെ ഐറ്റിനറി പ്ലാൻ ചെയ്തിട്ട് നമുക്ക് പറയും. അപ്പൊ അതനുസരിച്ച് നമ്മൾ റെഡിയായി അങ്ങ് പോയാൽ മതിയായിരുന്നു. വളരെ നല്ലൊരു ചേട്ടനായിരുന്നു കേട്ടോ. ആ ചേട്ടന്റെ ഫോൺ നമ്പർ ഡീറ്റെയിൽസ് ആർക്കെങ്കിലും വേണമെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം കേട്ടോ, ഞാൻ ഷെയർ ചെയ്യാം. അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഊട്ടി പോയി വന്നതിന്റെ ജസ്റ്റ് ട്രാവൽ ഡീറ്റെയിൽസ് കേട്ടോ. അപ്പോൾ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.